ഹലോ ഹലോ അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. അർക്കാൻ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാണ്? റസീന. റസീന. എവിടെ വിളിക്കുന്നു? ദാർസേറ്റിന്ന് വിളിക്കുന്നു. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ല, ഹൗസ് വൈഫാ. ഓക്കെ. നോമ്പ് എങ്ങനെയുണ്ട്? നോമ്പ് ഇങ്ങനെ പോന്ന്. എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോന്ന്. കുഴപ്പമില്ലാതെ പോകുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡും 3 മക്കളും ഉണ്ട്. 3 പേരും പഠിക്കുന്നു. ഏത് ക്ലാസ്സിലാണ്? ഒരാള് 7th, ഒരാള് 5th, ഒരാള് 1st സ്റ്റാൻഡേർഡില്. ആണല്ലേ. ഓക്കെ. നാട്ടിൽ പോയില്ലേ അപ്പോ? നാട്ടിൽ പോയില്ല, നോമ്പ് ഇവിടെ കൂടാന്ന് വിചാരിച്ചു. ഇവിടെയാണോ ഇഷ്ടം അപ്പോ? ഇവിടെ ഇഷ്ടം നാട്ടിനേക്കാളും. ഇവിടെ നോമ്പ് കുഴപ്പമില്ലാണ്ടൊക്കെ പോകും. നാട്ടിലാണ് എത്ര ഉഷാറില്ല. ഇല്ലേ, ഇപ്പൊ നാട്ടില് ചൂട് കുറവും, ഇവിടെ നല്ല ചൂടുമാണ്. അപ്പോഴും എന്നാലും ഇവിടെ ഇഷ്ടം. എന്നാലും ഇവിടെയാണ് ഇഷ്ടം. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? മുമ്പ് വിളിച്ചിട്ടുണ്ടോ? നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ മോള് തന്നെയല്ലേ ഇപ്രാവശ്യം? അതെ. ആണല്ലേ? അതെ അതെ. ഞങ്ങള് സ്ഥിരമായിട്ട് കാണുമായിരുന്നു. അതെയോ? ഓക്കെ. എല്ലാവർക്കും ഇഷ്ടാ. താങ്ക് യു. അപ്പൊ ഇനിയും കാണാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ആദം നബി എന്ന് എത്ര പ്രാവശ്യം ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. 25, 15, 45. ഏതാണ്? ഹലോ ഹലോ. പറഞ്ഞോളൂ. 25 മോളെ? ആണോ? ഉറപ്പിച്ച് പറയണം. ഒരു ഇതിൽ പറഞ്ഞു ഞങ്ങ കറക്കി കുത്തി പറഞ്ഞതാണ്. കൺഗ്രാറ്റ്സ്, കറക്റ്റ് ആൻസർ ആണ്. എക്സ്ചേഞ്ച് നൽകുന്ന സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പം വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി, കറക്റ്റ് ആയി. കഴിഞ്ഞ വിന്നർ ആയിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം വിന്നറായിരുന്നു. അതെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനിയും വിളിക്കാട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ. അസ്സലാമു അലൈക്കും. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കുംസലാം. അർക്കാൻ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാണ്? ആരിഫാണ്. ആരിഫാണ്. എവിടുന്നാണ്? മത്ര. ഓക്കെ. പഠിക്കാണോ? സ്പീക്കറിലിട്ടിരിക്കണോ ഫോണ്? ഫോൺ സ്പീക്കറിലിട്ടിരിക്കണോ? എനിക്ക് കേക്കാലോ ഞാൻ പറയുന്നത്. കേക്കാം. എനിക്ക് കേക്കാം ഞാൻ പറയുന്നത്. അപ്പൊ ആര് വീട്ടിലാരൊക്കെയുണ്ട്? ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. അല്ല, ഇത്താത്തയുണ്ട്. താത്തയുണ്ട്. ആരിഫ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 5ല്. ഓക്കെ. അപ്പൊ നോമ്പ് എങ്ങനെയുണ്ട് ആരിഫ്? സുഖമായിട്ട് പോന്നു. മദ്രസയിലൊക്കെ പോകുന്നുണ്ടോ? മദ്രസയിൽ ഇപ്പം ഹോളിഡേ. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതൊക്കെ നന്നായിട്ട് അറിയാലോ. ഇസ്ലാമിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ നന്നായിട്ട് അറിയാലോ. അറിയാം. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ദുന്നൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെയും പറയാമോ? ദുന്നൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. യൂനുസ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം. തെറ്റിപ്പോയല്ലോ. ഹലോ. ആൻസർ തെറ്റിപ്പോയി കേട്ടോ. ഓക്കെ. സങ്കടപ്പെടണ്ട. ഇനിയും വിളിക്കില്ലേ? ഇനിയും വിളിക്കാട്ടോ. ട്രൈ ചെയ്യാ ഇനിയും. ഓക്കെ. അസ്സലാമു അലൈക്കും. ഹലോ. അസ്സലാമു അലൈക്കും. അർക്കാൻ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സമീർ. എവിടുന്ന് വിളിക്കുന്നു? സൂറിന്ന്. എവിടെയാണ് വർക്ക് ചെയ്യുന്നേ? എത്ര നാളായി ഒമാനില് വന്നിട്ട്? 4 വർഷം കഴിഞ്ഞു. 4 വർഷം. അതെ. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് വൈഫ്, കുട്ടി, ഒരു മോളുണ്ട്. മോള് ചെറിയ മോളാണോ? ചെറിയ മോളാ. പേരെന്താണ് മോളുടെ? സഫ്വ. എത്ര വയസ്സായി?
9 മാസമായിട്ടുള്ളൂ. 9 മാസമായിട്ടേ ഉള്ളൂ. അപ്പൊ നല്ല രസമായിരിക്കുമല്ലോ മോളെ കളിപ്പിച്ചിരിക്കാലോ. അതെ അതെ. നോമ്പ് എങ്ങനെയുണ്ട്? നോമ്പ് കുഴപ്പമില്ല. അപ്പൊ ചൂടൊക്കെ കുറച്ച് കുറവുണ്ട്. കുഴപ്പമില്ല പോകുന്നുണ്ട്. സൂറിൽ എങ്ങനെയാ, നല്ല ചൂടൊക്കെ വരാറുണ്ടോ? മസ്കറ്റിനേക്കാളും നല്ല ചൂടാണോ? ചില ദിവസങ്ങൾ നല്ല ചൂടായിരിക്കും. അതല്ലേ. അതെ അതെ. ഓക്കെ. അപ്പൊ നാട്ടിലൊന്നും പോകുന്നില്ലേ? നാട്ടിൽ ഇൻഷാല്ലാ പോണം. ഇവിടെ ഒരു റിലേറ്റീവിന്റെ കല്യാണം ഉണ്ട്, അതിനു വേണ്ടി പോണം. അതെ അല്ലേ. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എളുപ്പമുള്ള ചോദ്യം ചെയ്യും. എളുപ്പമായിരിക്കും. നമ്മുടെ പരിപാടി നേരത്തെ മുമ്പ് കണ്ടിട്ടുണ്ടോ? കേട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ പരിപാടി കണ്ടിട്ടുണ്ടോ? അപ്പൊ പിന്നെ എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്. ദുന്നൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ദുന്നൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് തരാം. ഓപ്ഷൻസ് തരാം. യൂനുസ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം. ഇതാണ്. അതെ, ദുന്നൂൻ. യൂനുസ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം. പെട്ടെന്ന് പറഞ്ഞോളൂ. ക്ലൂ ഒരു ക്ലൂ തരാം. ഈ 3 എണ്ണത്തിൽ ഒരെണ്ണമാണ് ആൻസർ. വേറെ ക്ലൂ എനിക്കില്ല. 3 ഓപ്ഷൻ തന്നില്ലേ? പെട്ടെന്ന് പറയൂ. ഒരു ആൻസർ കറക്കി കുത്തി പറയൂ. ആണോ? ഉറപ്പിച്ചു പറയണം. ഉറപ്പിച്ചു പറയൂ. മൂസ നബി ഉറപ്പിച്ചു. തെറ്റിപ്പോയി. ഒരു കാര്യം പറയട്ടെ, ആദ്യത്തെ ആൻസർ ഉറപ്പിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഇനിയും വിളിക്കാട്ടോ. അസ്സലാമലൈക്കും. ഹലോ, അസ്സലാമലൈക്കും. അർക്കാനിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജാസ്മിൻ. ജാസ്മിൻ. എവിടെ നിന്ന് വിളിക്കുന്നു? വിളിക്കുന്നത്. അതെയോ? പഠിക്കുകയാണോ? അല്ലല്ല, പഠിക്കുകയല്ല, ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് ആണോ? കൊച്ചു കുട്ടികളുടെ സൗണ്ട്. എന്താ? കൊച്ചു കുട്ടികളുടെ സൗണ്ട് പോലെ ഉണ്ട്. അപ്പൊ ഹൗസ് വൈഫ് ആണ്. നോമ്പ് എങ്ങനെയുണ്ട്? നോമ്പൊക്കെ നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നു. ഇഫ്താറിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? എല്ലാം നല്ല രീതിയിൽ പോകും. നോമ്പൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രോഗ്രാം ഒക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതെയോ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അതെ അതെ, ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അതെന്ത് പറ്റി മുമ്പുള്ള വർഷങ്ങളിൽ ട്രൈ ചെയ്യാനേ? മുമ്പുള്ള വർഷങ്ങളില് നാട്ടിലായിരുന്നു. ഓക്കെ. നാട്ടിലെവിടെയാ? നാട്ടില് ആലപ്പുഴ. ആലപ്പുഴ. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ക്വസ്റ്റ്യൻ ഇതാണ്. ദുന്നൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം. ഏതാണ്? യൂനുസ് നബി ആണോ? ആണോ? ആയിരിക്കും. ആണെന്ന് തോന്നുന്നു. ഇപ്പൊ എന്താ പറയുന്നേ? ആണെന്നാണോ ആയിരിക്കും എന്നാണോ? അതെ, ഉറപ്പിച്ചു. യൂനുസ് നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ബഹ ഡിറ്റർജൻസ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. താങ്ക് യു. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായും. ഓക്കെ. അസ്സലാമലൈക്കും. Hello, tomorrow is the last day to pay the loan. Please try to send the money today itself. Oh, sorry dear. I don't know how I can send money in this last moment. Nothing to worry, friend. We have Al Jadid Exchange to solve your problem. Al Jadid Exchange. Excellence in customer service. Highest standard of transparency. High level technology standards.
Don't waste your time. Visit nearest Al Jadid Exchange. Al Jadid Exchange, Sultanate of Oman. ഒരമ്മയായിരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏത് സമയവും തിരക്കായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിക്ക് പകരമാവില്ലല്ലോ ഒന്നും. തെളിഞ്ഞ മൃദുവായ എന്റെ ലോകത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ, നേരമോ വളരെ കുറവ്. ബഹാർ, ഇതാണ് എന്റെ ലോകം, എന്റെ ജീവിത രീതി. Let's head over to the Blazing Fast Brunch Challenge. Your time starts now. All right, guys, let's go. Hey, pass the G-Pass. Pass the G-Pass. Hey, pass the G-Pass. Pass the G-Pass. Come on, get going. Hey, pass the G-Pass. Pass the G-Pass. Pass the G-Pass. Over there. Pass the G-Pass. Pass the G-Pass. Performance, a quality called G-Pass. സംസം ഹൈപ്പർ മാർക്കറ്റ്, ഹെയിൽ, മബേല. എല്ലാ പ്രേക്ഷകർക്കും സംസം ഹൈപ്പർ മാർക്കറ്റിന്റെ റമദാൻ ആശംസകൾ. സെഹറ ഫോൺസ്, ഒമാനിലെ ഏറ്റവും വിപുലമായ മൊബൈൽ അക്സസറീസ് വിൽപ്പന ശൃംഖല. നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡുകൾ സ്വന്തമാക്കുവാൻ വിശ്വസനീയമായ നാമം സെഹറ ഫോൺസ്, ഒമാൻ. വാക്കുകളാൽ ഇഴചേർത്ത ബന്ധങ്ങളിലെ ഊഷ്മളത തുടരട്ടെ. സെഹറ ഫോൺസ്, സെഹ്റാത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഒമാൻ, UAE, ഇന്ത്യ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അർക്കാൻ അർക്കാൻ ഇസ്ലാം അല്ലേ? അതെ, അർക്കാൻ ഇസ്ലാം ആണ്. അർക്കാൻ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സബീൽ എന്നാണ്. ഞാൻ കുറെ നേരം കൂടെ ട്രൈ ചെയ്യും, ഇപ്പോഴാ കിട്ടുന്നത്. അതെ, പേരെന്താണ്? സബീൽ. 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 ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാനിവിടെ റുസ്താക്ക്. റുസ്താക്കുന്ന്. കൊറേ നേരം കൂടെ ട്രൈ ചെയ്യാണല്ലേ? അതെ, കുറെ നേരം കൂടെ ട്രൈ ചെയ്തിട്ട് ഇന്നലെ ട്രൈ ചെയ്ത് ഞാൻ ട്രൈ ചെയ്ത് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ആഹാ, കഴിഞ്ഞ വർഷം ട്രൈ ചെയ്തിരുന്നോ? അതിന് മുമ്പത്തെ വർഷം? അതിനു മുമ്പത്തെ വർഷം? കഴിഞ്ഞ മുമ്പത്തെ വർഷം പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആഹാ, അതിനു മുമ്പ്? അതിന് മുമ്പ് ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഉമ്മ, ഉപ്പ. ഉമ്മ, ഉപ്പ. അതെ. വർക്ക് ചെയ്യാണോ ചോദിച്ചായിരുന്നു? അതെ, ഞാൻ വർക്ക് ചെയ്യാണ്. എവിടെയാണ്? ഞാൻ സ്വന്തം ബിസിനസ് ആണ്. ഓക്കെ. നാട്ടിലെവിടെയാ? നാട്ടില് ഞാന് എറണാകുളം. എറണാകുളം. അതെ. നോമ്പ് എങ്ങനെയുണ്ട്? നോമ്പ് കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ? ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കളുടെ പേര്? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കൾ. അതെ, ഈസി ആണ്. ഇത്ര ചിന്തിക്കണോ? ഈസി ആണ്, പക്ഷെ ഞാന് ഉപ്പായും ഉമ്മ അടുത്തുണ്ടോ ഡിസ്കസ് ചെയ്യാൻ? ഇല്ല, അവരെല്ലാം നാട്ടിലാണ്. നാട്ടിലാണോ? ഓക്കെ. എന്തെങ്കിലും ഓപ്ഷൻസ്, ക്ലൂ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓഹോ. ആദം നബിയുടെ മക്കളിൽ ഒരാളാണ് ലോകത്തിലെ ആദ്യ കൊലപാതകി. അറിയില്ലേ? അത് പറഞ്ഞാൽ തെറ്റായി പോകുന്നൊരു. ഒരു ആൻസർ പറഞ്ഞു നോക്കൂ, ഒരു ആൻസർ പറഞ്ഞു നോക്കൂ. നോക്കാലോ? ഇല്ല, തെറ്റായിട്ടുള്ള ഇവിടെ കൂട്ടുകാരെല്ലാം കളിയാക്കും, അതുകൊണ്ട് വേണ്ട. അതെയോ? ഓക്കെ ഓക്കെ. അപ്പൊ കറക്റ്റ് ആൻസർ അറിയാൻ വേണ്ടി പ്രോഗ്രാം കാണാം കേട്ടോ. ഓക്കെ. ഇനി വിളിക്കാം. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അർക്കാനുൽ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അനസ്, ബ്ലഡ് ബാങ്കിലുള്ള ബൗഷറിന്ന് വിശ്വാസം വിളിച്ചില്ലായിരുന്നു. ഓക്കെ ഓക്കെ, മുമ്പ് വിളിച്ചിരുന്നല്ലേ? അതെ അതെ അതെ. ഓക്കെ, നോമ്പിന്റെ വിശേഷങ്ങൾ പറഞ്ഞോളൂ. നോമ്പ് എന്ത് അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ പോകുന്നു. ഇന്ന് 11 നോമ്പായില്ലേ? 11 അതെ, സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അന്ന് ബ്ലഡ് ബാങ്കിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതിനുശേഷം ഉള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? അതിനുശേഷം റെസ്പോൺസ് നമ്മൾ ആക്ച്വലി അത്ര റെസ്പോൺസ് കാണുന്നില്ല. ഈ നാട്ടിൽ ഒമാനീസ് പൊതുവെ വന്ന് കൊടുക്കുന്നുണ്ട്. മലയാളികൾ പൊതുവെ കുറവാണ് ബ്ലഡ് കൊടുക്കുന്നത്. ഒന്നും കൂടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും റിക്വസ്റ്റ് ചെയ്യണം. കാര്യം അതിനോട് ഞാൻ വിളിച്ചത് കാര്യം നമുക്ക് ബ്ലഡിന് ഇഷ്ടംപോലെ ആവശ്യകത വരുന്നുണ്ട്. പക്ഷെ അതിനുള്ള കളക്ഷൻ കിട്ടുന്നില്ല. എസ്പെഷ്യലി റോയൽ ഹോസ്പിറ്റലിലൊക്കെ ഉള്ള പേഷ്യൻസിന്, കൊച്ചു കുട്ടികൾക്ക്, ക്യാൻസർ പേഷ്യൻസിനൊക്കെ ബ്ലഡിന്റെ, അതുപോലെ ബ്ലഡ് മാത്രമല്ല, നമ്മൾ ബ്ലഡിൽ നിന്ന് വേർതിരിക്കുന്ന പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അപ്പൊ അത് മാത്രം എടുക്കുന്ന സംവിധാനവും നമ്മുടെ ബ്ലഡ് ബാങ്കിലുണ്ട്. ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ശരീരത്തിൽ നിന്ന് നമുക്ക് പ്ലേറ്റ്ലെറ്റ് മാത്രം എടുത്തിട്ട് ബാക്കി ബ്ലഡ് ആ ഡോണറിന് തന്നെ തിരിച്ചു കയറ്റുന്ന അഫേരസിസ് എന്ന് പറയും. ആ സംവിധാനവും നമ്മുടെ ബ്ലഡ് ബാങ്കിലുണ്ട്. അപ്പൊ അതെല്ലാം അത് അത്ര ഹെൽത്ത് ആയിട്ട് നമ്മൾ മാസത്തിൽ 4 തവണ വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മറ്റേ ബ്ലഡിന്റെ കണക്കല്ല. ബ്ലഡ് നമുക്ക് 3 മാസത്തിൽ ഒരിക്കലും കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് നമുക്ക് മാസത്തിൽ തന്നെ 4 തവണ ചെയ്യാൻ പറ്റുന്ന ഡൊണേഷനാണ്. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം മലയാളികൾക്ക് പലർക്കും അത് അറിയത്തില്ല. മിക്കവാറും ഈ നാട്ടുകാരാണ് കൂടുതൽ അത് ചെയ്യുന്നത്. അപ്പൊ അത് ഈ പരിപാടിയിലൂടെ പറയുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെ, നമ്മുടെ പ്രേക്ഷകർ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാരും മുന്നോട്ട് വന്ന് സഹായിക്കുക. ഒരുപാട് പേര് ബ്ലഡിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതായത് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു മഗ്‌രിബിന് ശേഷം 7:30 മണി മുതലാണ് സാധാരണ രീതിയിൽ നോമ്പുള്ളവർക്ക് വന്ന് കൊടുക്കാൻ പറ്റുന്നത്. 11:30 വരെ ബ്ലഡ് എടുക്കും. അഥവാ നോമ്പില്ലാത്ത അല്ല നോൺ മുസ്ലിംസിനാണെന്നുണ്ടെങ്കിൽ രാവിലെ 8 തൊട്ട് ഉച്ചയ്ക്ക് ഒരു 1 മണി വരെ ഉണ്ട്. പിന്നെ ഈ വൈകുന്നേരത്തെ ഈ ടൈമിംഗും ഉണ്ട്, 7:30 ശേഷം 11:30 വരെ. അപ്പൊ എല്ലാരും കേട്ടുള്ള പ്രേക്ഷകർ, നോമ്പുള്ളവർക്ക് ആഫ്റ്റർ 7:30, വൈകുന്നേരം 7:30 ശേഷമാണ് കൊടുക്കാൻ ചാൻസ്. നോമ്പില്ലാത്തവർക്ക് രാവിലെ 8 മണി തൊട്ട് ചാൻസ് ഉണ്ട്. എല്ലാരും മുന്നോട്ട് വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എളുപ്പമുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാമിന്റെ 2 മക്കളുടെ പേരെന്താണ്? ഹാബീലും ഖാബീലും. കറക്റ്റ് ആൻസർ ആണ്. വളരെ ഈസി ആയിരുന്നില്ലേ? വളരെ ഈസി, എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ബഹാർ ഡിറ്റർജൻസ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ആണ് സമ്മാനം. ബഹാറിന്റെ ഓക്കെ, എന്ന് കിട്ടുമത്? അത് നമ്മൾ വിളിച്ചറിയിക്കുന്നതായിരിക്കും. വിളിക്കും. ഓക്കെ, വളരെ വളരെ നന്ദി, താങ്ക് യു. ഒരു ഇഫ്താർ പാർട്ടിയൊക്കെ സംഘടിപ്പിച്ചിട്ട് നമ്മൾ വിളിക്കുന്നതായിരിക്കും. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ഇവിടെ എന്താണ് ഫുഡ്ലാൻഡ് വെച്ചായിരുന്നു. അതെ, ഫുഡ്ലാൻഡ്സ് വെച്ചായിരുന്നു. അതെ. നമ്മൾ വിളിച്ചറിയിക്കാം. എന്തായാലും ഇനിയും ട്രൈ ചെയ്യാം. തീർച്ചയായിട്ടും ഇനി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഞാൻ. ഓക്കെ, അസ്സലാമു അലൈക്കും. Hello, tomorrow is the last day to pay the loan. Please try to send the money today itself. Oh, sorry dear. I don't know how I can send money in this last moment. Nothing to worry, friend. We have Al Jadid Exchange to solve your problem. Al Jadid Exchange. Excellence in customer service. Highest standard of transparency. High-level technology standards. Don't waste your time. Visit nearest Al Jadid Exchange. Al Jadid Exchange, Sultanate of Oman. ഒരമ്മയായിരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏത് സമയവും തിരക്കായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിക്ക് പകരമാവില്ലല്ലോ ഒന്നും. തെളിഞ്ഞ മൃദുവായ എന്റെ ലോകത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ, നേരമോ വളരെ കുറവും. ബഹാർ, ഇതാണ് എന്റെ ലോകം, എന്റെ ജീവിത രീതി. Let's head over to the Blazing Fast Brunch Challenge. Your time starts now. All right, guys, let's go. Hey, pass the G-Pass. Pass the G-Pass. Hey, pass the G-Pass. Pass the G-Pass. Come on, get going. Hey, pass the G-Pass. Pass the G-Pass. Pass
performance, a quality called G-Pass. സംസം ഹൈപ്പർ മാർക്കറ്റ്, ഹെയിൽ, മബേല. എല്ലാ പ്രേക്ഷകർക്കും സംസം ഹൈപ്പർ മാർക്കറ്റിന്റെ റമദാൻ ആശംസകൾ. സെഹറ ഫോൺസ്, ഒമാനിലെ ഏറ്റവും വിപുലമായ മൊബൈൽ അസസറീസ് വിൽപ്പന ശൃംഖല. നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡുകൾ സ്വന്തമാക്കുവാൻ വിശ്വസനീയമായ നാമം സെഹറ ഫോൺസ്, ഒമാൻ. വാക്കുകളാൽ ഇഴചേർത്ത ബന്ധങ്ങളിലെ ഊഷ്മളത തുടരട്ടെ. സെഹറ ഫോൺസ്, സെഹ്റാത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഒമാൻ, UAE, ഇന്ത്യ. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, വലൈക്കും അസ്സലാം. അർക്കാൻ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ഫക്രുദ്ദീനാണ് സംസാരിക്കുന്നത്. കേട്ടില്ലല്ലോ പേര്, ഓർക്കെ സംസാരിക്കാമോ? ഫക്രുദ്ദീനാണ് സംസാരിക്കുന്നത്. ഫക്രുദ്ദീൻ, എവിടുന്നാണ്? ഞാൻ മസ്കറ്റില് മൊബൈലിലാണ് സംസാരിക്കുന്നത്. എനിക്ക് കേൾക്കുന്നില്ലല്ലോ, ഉറക്കെ സംസാരിക്കാമോ? ഫോൺ അടുപ്പിച്ച് വെച്ചിട്ട്. മസ്കറ്റില് മൊബൈലിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ഒരു കമ്പനിയിലാണ്, ഔജാൻ എന്ന് പറയും. ആരൊക്കെയുണ്ട് കൂടെ? കൂടെ എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, വൈഫ് ഉണ്ട്, എന്റെ 2 പിള്ളേരുണ്ട്. നോമ്പ് എങ്ങനെയുണ്ട്? നോമ്പ് കുഴപ്പമില്ല, പോകുന്നു. ചൂട് എങ്ങനെയുണ്ട്? ചൂട് അത്യാവശ്യമുണ്ട്. കുറഞ്ഞിട്ടില്ലേ ചൂട്? ഒരല്പം കുറഞ്ഞിട്ടില്ലേ? 1-2 ദിവസമായിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 39, 38 മുമ്പ് 50ക്ക് അടുത്ത് വരെ എത്തി നിന്നിരുന്നേ അല്ലേ? അതെ അതെ, കറക്റ്റ്. അതെ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഖുർആനിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ ആരാണ്? ഖുർആനിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതെ, ഏതാണ്? മൂസാ നബി അലൈഹി ഇസ്ലാം. മൂസാ നബി അലൈഹി ഇസ്ലാം അതാണ് പറഞ്ഞേ? മൂസാ നബി അലൈഹി ഇസ്ലാം. ഓക്കെ, കൺഗ്രാറ്റ്സ്, കറക്റ്റ് ആൻസർ ആണ്. വഹാ ഡിറ്റർജൻസ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ആണ് സമ്മാനം ലഭിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, പിന്നെ വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇസ്ലാം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അർക്കാൻ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് റഫേൽ എന്നാണ്. പേരൊന്നുകൂടി പറഞ്ഞേ. എന്റെ പേര് റഫേൽ എന്നാണ്, ദോഹയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ദോഹയില്? ദോഹയില് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ആരൊക്കെയാണ് അപ്പൊ കൂടെ ഉള്ളത്? ഞാൻ ഒറ്റക്കാണോ? ഒറ്റയ്ക്കേ ഉള്ളൂ, ഫാമിലി ഇല്ല? ഫാമിലി ഇല്ല, ഞാനും ബാച്ചിലറാണ്. അതെ, ഫ്രണ്ട്സ് ഒന്നും ഇല്ല അപ്പൊ കൂടെ? ഫ്രണ്ട്സ് ഒരാളുണ്ട്, ഓനിപ്പോ കുറച്ച് 2 പേരുണ്ടെന്ന്. പിള്ളേച്ചല്ല. ഓക്കെ, നാട്ടിലെവിടെയാ? നാട്ടില് വടകര. നോമ്പ് എങ്ങനെ പോന്നു? നോമ്പ് അൽഹംദുലില്ലാ. ഞാൻ ഇപ്പൊ ഒരു നോമ്പ് കഴിഞ്ഞ് വന്നതാണ്. അസോസിയേഷന്റെ നിസ്കാരം കഴിഞ്ഞ് വന്ന് കയറ്റിയിരിക്കല്ലോ. ഓക്കെ, ദോഹയിൽ എങ്ങനെയുണ്ട് കാലാവസ്ഥ? ദോഹയില് കാലാവസ്ഥ പകലൊക്കെ നല്ല ചൂടാണ്, വൈകുന്നേരം കുഴപ്പമില്ല. ഒമാനിൽ വന്നിട്ടില്ല, ദോഹയിൽ മാത്രമേ പോയിട്ടുള്ളൂ. വേറെ എവിടെയും പോയിട്ടില്ല? ഗൾഫ് രാജ്യത്ത് ദോഹയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചാ അറിയാൻ പറ്റിയ തരും. ഓക്കെ, ഓപ്ഷൻ ഉണ്ടല്ലോ എന്തായാലും, അപ്പൊ പിന്നെ കറക്കി കുത്തിയെങ്കിലും ചെയ്യാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിനിടയിൽ എത്ര ഉംറയാണ് നിർവഹിച്ചത്? ഓപ്ഷൻ വേണ്ടായിരുന്നു? വേണ്ട, ഉറപ്പാണ്? എന്തായാലും ആൻസർ തെറ്റിപ്പോയിരിക്കാണ്. എന്റെ ഓപ്ഷനിൽ 1 എന്നുള്ള ഓപ്ഷനേ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ അറിയാൻ വേണ്ടി പ്രോഗ്രാം കാണാൻ വിളിച്ചത് സന്തോഷം. അസ്സലാമു അലൈക്കും. അർക്കാനുൽ ഇസ്ലാമിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്.
ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നാളെ ഇൻഷാല്ലാ ഇതേ സമയം ഒരുപാട് നല്ല ചോദ്യങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഞാൻ ഷഹാന താജ്. മസ്സലാമ.